വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കില്ല. സിറ്റിംഗ് സീറ്റ് ഉപേക്ഷിക്കാൻ രാഹുൽ ഗാന്ധി ഏതാണ്ട് തീരുമാനിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പകരം ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലായിരിക്കും രാഹുൽ മത്സരിക്കുക എന്ന് വാർത്ത വരുന്നു ഡൽഹിയിൽ നിന്ന്. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. രാധാകൃഷ്ണൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. SKN രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യസ്ത കാരണങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കോൺഗ്രസ് മത്സരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഘടകകക്ഷിക്ക് എതിരെ പ്രധാന മത്സരം രാഹുൽ ഗാന്ധി നടത്തുക അത് തെറ്റായിട്ടുള്ള സന്ദേശം നൽകും എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. നേരത്തെ കഴിഞ്ഞ ദിവസം SP ഉത്തർപ്രദേശിൽ തന്നെ രാഹുൽ ഗാന്ധി ഇത്തവണ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. കാരണം കഴിഞ്ഞ തവണ സഖ്യമില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ പോലും റായ്ബറേലിയിൽ വിജയിക്കാനായിട്ട് സാധിച്ചതാണ്. ഇത്തവണ SP-യുടെ കൂടി പിന്തുണ ഉറപ്പാക്കുന്ന ഒരവസ്ഥയിൽ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായിട്ടും അവിടെ നിന്ന് വിജയിക്കാൻ സാധിക്കുമെന്നാണ് സമാജ്വാദി പാർട്ടി പറയുന്നത്. ഇത് മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു നടപടി. കോൺഗ്രസ് നേരത്തെ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടത് എവിടെ മത്സരിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് കോൺഗ്രസ് ദേശീയ നേതൃത്വം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ചാണ് അദ്ദേഹവും ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ ജനവിധി തേടാം എന്ന വിധത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി അദ്ദേഹം ഈ ഒരു തീരുമാനത്തെ സംബന്ധിച്ചിട്ടുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പക്ഷേ സമ്മർദ്ദം തുടരുകയാണ്. കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണം എന്ന സമ്മർദ്ദം തുടരുകയാണ്. അദ്ദേഹത്തിന് ഉത്തർപ്രദേശിൽ മത്സരിക്കണമെങ്കിൽ അവിടെയും മത്സരിച്ചോട്ടെ, ഒപ്പം കേരളത്തിലെ വയനാട്ടിൽ കൂടി മത്സരിക്കണം എന്ന നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഒറ്റ സീറ്റിൽ മാത്രം ഇത്തവണ മത്സരിക്കാം എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി കേരളം വിടും എന്ന വിധത്തിലാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനവും പ്രഖ്യാപനവും തിങ്കളാഴ്ച ആരംഭിക്കുന്ന കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉന്നതതല സമിതിയായിരിക്കും കൈക്കൊള്ളുക. ഏതായാലും രാഹുൽ ഗാന്ധി കേരളം വിടും എന്നത് ഏതാണ്ട് ഒരു തീരുമാനം എന്ന രീതിയിൽ വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ.